ഒമാനിലൂടെയുള്ള സഞ്ചാരത്തിന്റെ 2ാം ദിവസം. ഒമാന്റെ തെക്ക് കിഴക്കേ നഗരമായ സൂർ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായി. ഇപ്പോൾ നേരം സന്ധ്യയാകാൻ പോകുന്നു. നഗരത്തിലെ കുറേ കാഴ്ചകളിലൂടെയൊക്കെ പോയി. കപ്പൽ നിർമ്മാണം കണ്ടു. സൂർ സൂക്ക് കണ്ടു. അതിനുശേഷം കടൽ തീരത്തെ പാതയിലൂടെ പോവുകയാണ്. ഇനി അല്പം ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ദീർഘമായ മരുഭൂയാത്രയ്ക്ക് ശേഷമാണ് സൂറിൽ എത്തിയത്. സൂറിന്റെ ക്രീക്ക് തുടങ്ങുന്നത് ഇവിടെയാണ്. അറബിക്കടലിൽ നിന്ന് ആരംഭിക്കുന്ന ക്രീക്കാണത്. ഒരു ഭാഗത്ത് ലൈറ്റ് ഹൗസും കാണാം. ഇവിടെ ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട്, അൽ ഹവാഷ് റെസ്റ്റോറന്റ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കൂടെയുള്ള ഡോക്ടർ യൂസഫ് ആണ് പറഞ്ഞത്. ട്രഡീഷണൽ ഒമാനി ഫുഡ് കിട്ടുന്ന സ്ഥലം വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒമാനി ഫുഡ് എന്നത് ട്രഡീഷണൽ അറബി ഫുഡ് എന്ന് തന്നെയേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകതയൊന്നും ഒമാനി ഭക്ഷണത്തിനില്ല. നല്ല റെസ്റ്റോറന്റാണ്. അതിന്റെ അകത്തേക്ക് കയറി ചെന്നു. അതിവിശാലമായ റെസ്റ്റോറന്റ്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കുമേ തദ്ദേശീയർ വരികയുള്ളൂ. അവർ കുടുംബമായിട്ടൊക്കെയാവും വരുന്നത്. ഡോക്ടർ ഷാഫിയും ഡോക്ടർ യൂസഫും കൂടി ഗൗരവ പഠനത്തിൽ ഏർപ്പെടുന്നു. ഏത് വിഭവം വേണം എന്നാണ് ഗവേഷണം. ഏതായാലും അരമണിക്കൂർ അവർ പഠിച്ചു. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വന്നു. കാബൂളി റൈസ് ഉണ്ട്, ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, അതുപോലെ മന്തി റൈസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. എന്തൊക്കെയോ വിഭവങ്ങൾ ഷാഫിയും യൂസഫും കൂടി പറഞ്ഞു. എനിക്കതിൽ വലിയ റോളില്ല. ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഓർഡർ ചെയ്യാനാണ് ഞാൻ അവരോട് പറഞ്ഞത്. അരമണിക്കൂർ കൂടി കഴിഞ്ഞു. വിഭവങ്ങൾ വന്നു. സാൽ മത്സ്യം, റൈസ് 2 തരത്തിലുള്ളത്, പിന്നെ മട്ടന്റെ 2-3 വിഭവങ്ങൾ. ഇതാണ് സാൽ മത്സ്യം. പിന്നെ ചോറ്. മഞ്ഞ നിറത്തിലുള്ളത് മന്തി റൈസാണ്. വലതുവശത്തുള്ളത് കാബൂളി റൈസും. ഇത് മട്ടന്റെ വിഭവങ്ങൾ. പിന്നെ സലാഡ്. ഞങ്ങൾ ഭക്ഷണം ആരംഭിച്ചു. റൈസാണ് ആദ്യം എടുക്കുന്നത്. അതെങ്ങനെയുണ്ടെന്ന അഭിപ്രായം എനിക്കറിയണം. കാബൂളി റൈസും മന്തി റൈസും 2 പേരും എടുത്തു. ഡോക്ടർ യൂസഫ് വളരെ എളിമയോടെയും ആതിഥ്യ മര്യാദയോടെയും മാത്രമേ വർത്തമാനം പറയുകയുള്ളൂ. എല്ലാം നല്ലതെന്നേ അഭിപ്രായപ്പെടുകയുമുള്ളൂ. ഇതും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലെ ബിരിയാണിയാണോ ഇതാണോ നല്ലതെന്ന് ഞാൻ ഡോക്ടർ ഷാഫിയോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ ഡോക്ടർ ഷാഫിക്ക് ഉത്തരം മുട്ടി. യൂസഫിനെ പിണക്കാതെ ഇത് മറ്റൊരു രുചിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഷാഫി തടി തപ്പി. ഞങ്ങൾ ഭക്ഷണത്തോട് നീതി പുലർത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മസ്കറ്റിലേക്ക് തിരിച്ചു പോകണം. സൂറിൽ ഇനി വലിയ കാഴ്ചകളില്ല. കുറച്ച് കോട്ടകളും മറ്റുമുണ്ട് ഈ നഗരത്തിൽ. ഇനി അവിടേക്കൊന്നും പോകുന്നില്ല. നേരം ഇരുട്ടിയല്ലോ. സൂറിന് വലിയ ചരിത്രമുണ്ട്. 2024 അറബ് ടൂറിസം ക്യാപിറ്റലായി നിർദ്ദേശിക്കപ്പെട്ട പേര് സൂർ നഗരത്തിൻ്റെതായിരുന്നു. മനോഹരമായ മോസ്കുകളുണ്ടിവിടെ. അതെല്ലാം പ്രത്യേക രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. രാത്രിയിൽ അതിന്റെ കാഴ്ച ചേതോഹരമാണ്. സാംസ്കാരികവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ സൂറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അറബ് ടൂറിസം ഓർഗനൈസേഷനാണ് സൂറിന് 2024 അറബ് ടൂറിസം ക്യാപിറ്റൽ അംഗീകാരം നൽകിയത്. പുരാതന കാലത്ത് തുടങ്ങി ഇന്നും തുടരുന്ന സൂറിന്റെ സമുദ്ര സംബന്ധമായ പ്രാധാന്യം അതിന് പ്രധാന കാരണവുമായി. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നാണ് സൂർ. ധോ നിർമ്മാണ പാരമ്പര്യം സൂറിന്റെ വാണിജ്യപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം ധോ നിർമ്മിച്ചിട്ടുള്ളത് സൂറിലാണ്. 9-10 നൂറ്റാണ്ടുകളിൽ അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായിരുന്നു സൂറിലേത്. ഗൾഫ് നാടുകളിൽ ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണമാണ് സൂർ. ഹൈവേയിലൂടെ നല്ല വേഗത്തിൽ കാർ വിടുകയാണ് ഡോക്ടർ യൂസഫ്. 200 കിലോമീറ്റർ ദൂരമുണ്ട് സൂറിൽ നിന്ന് മസ്കറ്റിലേക്ക്. യാത്ര 2.5 മണിക്കൂർ എടുക്കും. ഈ ഹൈവേയുടെ പല ഭാഗങ്ങളും നിർമ്മിച്ചത് ഒരു മലയാളി വ്യവസായിയായ ഗൾഫാർ മുഹമ്മദ് അലിയുടെ ഗൾഫാർ കമ്പനിയാണ്.
ഒമാനിൽ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗൾഫാർ കമ്പനിയാണ്. 2 മണിക്കൂർ കടന്നുപോയി. ദൂരെ മസ്കറ്റിന്റെ പട്ടണക്കാഴ്ചകൾ മലമുകളിൽ നിന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു മലമുകളിലൂടെയാണ് ഹൈവേ പോകുന്നത്. ചുറ്റും മലനിരകൾ അതിരിടുന്ന ഒരു നഗരമാണ് മസ്കറ്റ്. മലമ്പാത പോലുള്ള ഹെയർപിൻ വളവുകളൊക്കെ പിന്നിട്ട് വേണം നഗരത്തിലേക്കിറങ്ങാൻ. അങ്ങ് താഴെ മസ്കറ്റ് നഗരം ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നത് കാണാം. ആവേശകരമായ ഒരു സീനിക് ഡ്രൈവാണ് മസ്കറ്റിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയുള്ളത്. നല്ല എക്സ്പ്രസ് വേ ആണെങ്കിലും കൊടും വളവുകളൊക്കെയുണ്ട്. ഓരോ ഭാഗത്തുമെത്തുമ്പോൾ നഗരം അതിമനോഹരമായ കാഴ്ചയാവുന്നു. കുത്തനെയുള്ള ഇറക്കമാണ്. മലയിറങ്ങി ഞങ്ങൾ ചെല്ലുന്നത് മസ്കറ്റിന്റെ മോഡേൺ സിറ്റി ഭാഗത്തേക്കാണ്. കഴിഞ്ഞ ദിവസം മത്ര എന്ന പഴയ നഗരഭാഗത്തേക്കാണ് പോയതെങ്കിൽ ഇത് പുതിയ ഭാഗമാണ്. അവിടെ കൂറ്റൻ മാളുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ബ്രാൻഡഡ് കമ്പനികളുടെ ഷോറൂമുകൾ, വലിയ ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവയെല്ലാമുണ്ട്. മാളുകളും ഷോപ്പിംഗുമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് അറബി നാടുകളുടെ മുഖമുദ്ര തന്നെ. ഒമാൻ അവന്യൂസ് മാളാണ് ഇടതുവശത്ത്. ഒമാൻ അവന്യൂസ് മാളിന്റെ ഒരു വലിയ ഭാഗം മുഴുവൻ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു. ഒമാനിൽ 32 സ്റ്റോറുകളുണ്ട് ലുലുവിന്. അകലെ കാണുന്ന ഗോൾഡൻ ടുലിപ്പ് ഹോട്ടലാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ളത്. അവിടേക്ക് വണ്ടി വിട്ടു. ഗോൾഡൻ ടുലിപ്പ് ഹോട്ടലിൽ നേരത്തെ തന്നെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ യൂസഫും കൂടിയുണ്ട് എന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ 3 മുറികൾ ബുക്ക് ചെയ്തു. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോഴേ കാണുന്നത് നല്ലൊരു ഏട്രിയമാണ്. വലിയൊരു നടുമുറ്റം പോലെയുണ്ട്. ഫുൾ ഫ്ലോർ ഹൈറ്റുണ്ട് അതിന്. താഴത്തെ നിലയിൽ റെസ്റ്റോറന്റും വെയിറ്റിംഗ് ലോബിയും എല്ലാം ചേർന്ന ഭാഗമാണ്. അതിന്റെ ഒരു ഭാഗത്താണ് റിസപ്ഷൻ. നല്ലൊരു ശൈലിയിലുള്ള മോഡേൺ ആർക്കിടെക്ചറാണ്. നല്ലൊരു ഹോട്ടൽ. ഏട്രിയമാണ് ഏറ്റവും രസകരം. ഞങ്ങൾക്ക് 3 പേർക്കും അടുത്തടുത്ത മുറികളാണ് കിട്ടിയത്. ലിഫ്റ്റിലേക്ക് ചെന്നു കയറി. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും റെസ്റ്റോറന്റിൽ ആളുകളൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ നേരം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഫ്ലോറിലേക്കെത്തി. 3-ാം നിലയിൽ 2008 പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലാണിത്. 160 മുറികളുണ്ട് ഇതിൽ. ഞങ്ങൾ 3 പേരും അവരവരുടെ മുറികളിലേക്ക് നടന്നു. എന്റേത് 347-ാം നമ്പർ മുറിയാണ്. ഡോക്ടർ ഷാഫിയുടെ മുറിയുടെ നേരെ എതിർവശത്താണ് എന്റെ മുറി. ഞാൻ 347ലേക്ക് കയറി ചെന്നു. നല്ലൊരു മുറി. സമ്മറിൽ പകൽ മുഴുവൻ ഒമാനിലൂടെ യാത്ര ചെയ്യുക എന്നത് ഒരു സാഹസം തന്നെയാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ആകെ തളർന്നു പോകും. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഇനി കുളിച്ച് ഒറ്റ ഉറക്കം. ആ ഉറക്കത്തിലൂടെ ഇന്നത്തെ ക്ഷീണം തീർക്കണം. നേരം വെളുക്കുന്നത് പോലും അറിയുകയില്ല. നാളെ കുറേയേറെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഡോക്ടർ യൂസഫ് രാവിലെ എണീറ്റ് വീട്ടിലേക്കൊന്ന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അതിനാൽ ഇന്ന് ഡോക്ടർ ഷാഫിയാണ് വണ്ടി ഏറ്റെടുത്തിരിക്കുന്നത്. താമസിയാതെ ഡോക്ടർ യൂസഫ് തിരിച്ചുവരും. അദ്ദേഹം എത്തുന്നതുവരെയുള്ള സമയം കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ മോസ്ക് കാണാൻ തീരുമാനിച്ചു. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. അങ്ങോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും കാണാം. ഐബീസിന്റെ ഹോട്ടലാണ് ഇടതുവശത്ത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിരിക്കുന്ന ഭാഗമൊക്കെ ധാരാളം മറ്റു ഹോട്ടലുകളുമുള്ള സ്ഥലമാണ്. സുൽത്താൻ ഖാബൂസ് മോസ്കിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കൃത്യമായി വഴി അറിയില്ല. ഗൂഗിളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. യൂസഫിന് ഭാര്യയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. അതിരാവിലെ പോയിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും വരുമെന്നാണ് യൂസഫ് പറഞ്ഞിരിക്കുന്നത്. മസ്കറ്റ് ഗ്രാൻഡ് മാൾ ആണിത്. ഇത്തരത്തിലുള്ള ഗംഭീരമായ കുറേ മാളുകൾ മസ്കറ്റിലുണ്ട്. മസ്കറ്റിൽ മാത്രമല്ല, ഒമാന്റെ മിക്ക പട്ടണങ്ങളിലും വമ്പൻ മാളുകളുണ്ട്.
മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ലുലുവിന്റെ ഒന്നിലേറെ മാളുകളോ ഹൈപ്പർ മാർക്കറ്റുകളോ ഉണ്ടെന്നതാണ് മറ്റൊരു കാര്യം. 1793 മസ്കറ്റ് ഒമാന്റെ തലസ്ഥാനമായി മാറിയത്. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വലിയൊരു ജനവാസ കേന്ദ്രവും കച്ചവട ഇടത്താവളവുമൊക്കെയായിരുന്നു മസ്കറ്റ്. സിന്ധു നദീതട സംസ്കാരകാലത്ത് ഹാരപ്പയിൽ നിർമ്മിച്ച മൺപാത്രങ്ങൾ മസ്കറ്റിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 4000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ മേഖലയിലെ പ്രദേശങ്ങളുമായി മസ്കറ്റിനുണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ സൂചനയാണത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോർച്ചുഗീസ് നാവികനായ അൽഫോൺസോ അൽ ബുക്കർക്ക് മസ്കറ്റ് തുറമുഖത്തെത്തി. അദ്ദേഹത്തിന്റെ നീക്കത്തിൽ സംശയം തോന്നിയ മസ്കറ്റ് നിവാസികൾ അൽ ബുക്കർക്കിന്റെ കപ്പലുകൾ അഗ്നിക്കിരയാക്കി. അതോടെ മസ്കറ്റ് പിടിച്ചെടുക്കാൻ അൽ ബുക്കർക്ക് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആളുകൾ മസ്കറ്റ് നഗരത്തിന്റെ നല്ലൊരു ഭാഗവും തീവെച്ച് നശിപ്പിച്ചു. തുടർന്ന് 100 വർഷക്കാലം മസ്കറ്റ് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കളായ കച്ചവടക്കാർ മസ്കറ്റിൽ വലിയ തോതിൽ തമ്പടിച്ചിരുന്നു. ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ളവരായിരുന്നു അവർ. ചരിത്രമോർത്തിരിക്കെ കാർ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ കവാടത്തിലേക്കെത്തി. വിശാലമായൊരു പ്രദേശത്ത് പാർക്കിങ്ങും വലിയ ഉദ്യാനവുമെല്ലാം കൂടി ചേർന്നതാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. വഴി വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് പാർക്കിങ്ങിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി. പലതരം പാർക്കിംഗ് ഉണ്ട് ഇവിടെ. വിസിറ്റേഴ്സിനുള്ള പാർക്കിംഗ് ഉണ്ട്, പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങൾ ആദ്യം വഴിതെറ്റി പ്രാർത്ഥിക്കാൻ വരുന്നവർക്കുള്ള വഴിയിലൂടെയാണ് കയറി ചെന്നത്. ഇതാണ് പ്രാർത്ഥിക്കാൻ വരുന്നവർക്കുള്ള വഴി. ഇതിലൂടെ മോസ്കിനകത്തേക്ക് നേരെ ചെന്ന് കയറാം. അതിവിസ്തൃതമായ ഒരു കെട്ടിട കോംപ്ലക്സ് ആണ് മോസ്കിൻ്റേത്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും മോഡേണായ മോസ്കായിരുന്നു 2007 മുൻപ് വരെ ഇത്. പ്രാർത്ഥിക്കാൻ വരുന്നവർക്കുള്ള വഴിയിലൂടെ തന്നെ ഞങ്ങൾ കയറി ചെന്നു. അതിമനോഹരമായ കോംപ്ലക്സ് ആണ്. വണ്ടി പാർക്കിംഗ് മുതൽ ഇങ്ങോട്ട് മാർബിൾ ഇട്ടിരിക്കുന്ന നിലം. പക്ഷേ അതിലൂടെ ചെന്നപ്പോൾ ഞങ്ങളോട് മെയിൻ എൻട്രൻസിലൂടെ കയറാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് ഇപ്പോൾ മെയിൻ എൻട്രൻസിലൂടെ കയറുകയാണ്. ടൂറിസ്റ്റുകളൊക്കെ മോസ്ക് കാണാൻ വരുന്നത് ഈ വഴിയാണ്. ഇവിടെ നിന്ന് മോസ്കിന്റെ പ്രധാന ഭാഗത്തേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. മോസ്ക് കോംപ്ലക്സിന്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് മനസ്സിലാവുക ഇതിലെ നടക്കുമ്പോഴാണ്. എല്ലായിടവും മാർബിൾ ഇട്ടിരിക്കുന്നു. പടവുകളും നടവഴികളുമെല്ലാം മാർബിൾ കൊണ്ടുള്ളത് തന്നെ. മുറ്റവും മാർബിൾ തിളക്കത്തോടെ കിടക്കുന്നു. ഞാൻ പടവുകൾ കയറി നടന്നു. മാർബിളും പച്ചപ്പുൽ തകിടിയും ഫൗണ്ടനുമെല്ലാം ചേർന്ന് ഇതിന്റെ കാഴ്ച അതിമനോഹരമാക്കുന്നു. മോസ്ക് കോംപ്ലക്സിന്റെ ഓരോ ഭാഗത്തും ഓരോ തരം കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുറ്റവും കെട്ടിടങ്ങളുടെ നിലവും മാർബിൾ കൊണ്ട്. ഭിത്തികൾക്ക് സാൻഡ്സ്റ്റോണും ഗ്രാനൈറ്റും മാർബിളും ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങകലെ കാണുന്നതാണ് ഒമാന്റെ സുപ്രീം കോടതി. മോസ്കിന്റെ ഉദ്യാനത്തിനപ്പുറം ഹൈവേയുടെ ഓരത്താണത്. 6 നിലകളുള്ള ഒരു മനോഹര നിർമ്മിതിയാണ് സുപ്രീം കോർട്ട് ബിൽഡിംഗ്. മോസ്കിനു ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പാണ് ഏറെ ആകർഷകം. കുറെ കെട്ടിടം പണിയുക മാത്രമല്ല, അവിടം ലാൻഡ്സ്കേപ്പ് കൂടി ചെയ്തിടുമ്പോഴാണ് സൗന്ദര്യം പൂർണ്ണമാവുക. ഇത് മോസ്കിന്റെ പ്രധാന ഭാഗത്തേക്കുള്ള ഒരു ഇടനാഴിയാണ്. 2 സൈഡിലും ഇത്തരത്തിലുള്ള പാസേജ് വേ ഉണ്ട്. മുറ്റത്തിന്റെ 2 അതിരിലുമാണത്. ഈ പാസേജിന്റെ നിർമ്മാണം പോലും അതിഗംഭീരമാണ്. എത്ര പ്രൗഢമാണ് ഇതെന്ന് കാണുക. മുഴുവൻ മാർബിളും സാൻഡ്സ്റ്റോണും കൊണ്ട് നിർമ്മിച്ചതാണ്. നിലത്ത് നല്ല മിനുസമുള്ള മാർബിൾ, ഭിത്തിക്കായി സാൻഡ്സ്റ്റോൺ. ഇങ്ങനെ നടക്കുമ്പോൾ പാസേജിന്റെ ഡീറ്റെയിൽസ് കാണാം. കൂടാതെ മറുവശത്തെ സുപ്രീം കോടതിയും. കോടതിക്കും മോസ്കിനും ഇടയിലുള്ള പുൽമേടുകളും ഉദ്യാനവുമെല്ലാം കാണാം. അതീവ സുന്ദരമായ കാഴ്ചകൾ. പാസേജിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ഉയരമുള്ള കമാനങ്ങൾ. മേൽക്കൂരയിൽ തടികൊണ്ടുള്ള അലങ്കാരപ്പണികൾ. 1994 സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 6 വർഷവും 7 മാസവും നിർത്താതെ തുടർന്ന ജോലികളിലൂടെയാണ് ഇത് പൂർത്തിയാക്കിയത്. ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാഡ് ഡിസൈൻ എന്ന കമ്പനിയായിരുന്നു ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ഇറാഖ് വംശജനായ മുഹമ്മദ് മാക്കിയ പുറത്തെയും എർഗാദ് ബാലി അകത്തെയും ഡിസൈൻ തയ്യാറാക്കി. ഇതാണ് മോസ്കിന്റെ പ്രധാന കെട്ടിടം. നടുമുറ്റങ്ങൾ പലതുണ്ട്. ദേഹശുദ്ധി വരുത്താനുള്ള ഇടങ്ങളും.
ഇതാണ് പ്രധാന മിനാരം. 23 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഇതിന്. 5 മിനാരങ്ങളാണ് മോസ്കിനാകെ ഉള്ളത്. ഇസ്ലാമിന്റെ 5 തത്വങ്ങളുടെ പ്രതീകങ്ങളാണവ. മുറ്റും മുഴുവൻ മാർബിളാണ് വിരിച്ചിരിക്കുന്നത്. ഇന്ത്യ, ഈജിപ്ത്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും ഒമാനിലെ തന്നെ ഏതാനും ക്വാറികളിൽ നിന്നുമുള്ള മാർബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോസ്കിന്റെ നിർമ്മാണത്തിനുള്ള വസ്തുക്കളിൽ നല്ലൊരു ഭാഗവും എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഭിത്തികൾ പണിത 3 ലക്ഷം ടൺ സാൻഡ്സ്റ്റോൺ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നത്. പലയിടത്തും വലിയ കമാനങ്ങൾ. അതൊക്കെ കടന്ന് നടന്നു. അതിൻ്റെയൊക്കെ നിർമ്മാണത്തിലെ സൂക്ഷ്മാംശങ്ങൾ അതിമനോഹരമാണ്. ഇത്തരം മോസ്കുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. നമ്മുടെ താജ്മഹൽ അത്ഭുത നിർമ്മിതിയാണെങ്കിലും ഇതും ഒട്ടും മോശമല്ല. ഒരു 600 കൊല്ലം മുൻപാണ് പണിതിരുന്നതെങ്കിൽ ഇതും ലോകാത്ഭുതമെന്ന് വിളിക്കപ്പെട്ടേനെ. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ അത്ഭുതം തോന്നും. സാധാരണഗതിയിൽ ഒരു വീട് പണിത ഒരാൾക്കറിയാം, കല്ലുകൊണ്ട് ഇത്രയും പെർഫെക്ഷനോടുകൂടി സാൻഡ്സ്റ്റോണും മാർബിളുമൊക്കെ ഉപയോഗിച്ച് ഒരു മഹാനിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ എത്ര ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന്. പണമുണ്ടെങ്കിൽ ആർക്കും കെട്ടിടം പണിയാമെന്നാണ് പലരുടെയും ചിന്ത. അത് ശരിയല്ല. പണം എത്രയുണ്ടായാലും ഇത്രയും പൂർണ്ണതയോടെ ഒന്ന് നിർമ്മിക്കുക വലിയ ശ്രമകരം തന്നെയാണ്. പല പല ആർക്കിടെക്റ്റുകളെയും എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും കലാകാരന്മാരെയും എല്ലാം കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഇതൊരു അത്ഭുതമാകുന്നത് ഇതിനു മുടക്കിയ തുകയുടെ വലിപ്പം കൊണ്ടല്ല, ബുദ്ധിയും കലാബോധവും സമർപ്പണവും എല്ലാം കൊണ്ടാണ്. ഞാൻ മോസ്കിലെ പല വഴികളിലൂടെ നടന്നു. നിരവധി ഓപ്പൺ കോർട്ട്യാർഡുകളുണ്ട്. പെരുന്നാൾ ദിനങ്ങളിൽ ഇവിടെയെല്ലാം ആളുകൾ നിസ്കാരത്തിനായി നിരന്നു നിൽക്കും. പ്രാർത്ഥനയ്ക്കെത്തുന്ന 20,000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനാവുന്ന പള്ളിയാണിത്. മോസ്കിന്റെ പ്രധാന മുസല്ല അഥവാ മെയിൻ ഹാളിൽ ഒരേ സമയം 6500 പേർക്ക് നിരന്നു നിന്ന് നിസ്കരിക്കാനാവും. സ്ത്രീകൾക്കായുള്ള മുസല്ല 750 പേരെ ഉൾക്കൊള്ളുന്നതാണ്. വിശേഷ ദിവസങ്ങളിൽ മോസ്കിന്റെ മുന്നിലെ പ്രധാന മുറ്റത്തും നിരവധിയായ നടുമുറ്റങ്ങളിലും പാസേജ് വേകളിലുമെല്ലാം ആളുകൾ പ്രാർത്ഥനയ്ക്കായി നിരക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. സുൽത്താൻ ഖാബൂസ് ഒമാനിൽ ഭരണത്തിലേറിയതിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ മോസ്ക് തുറന്നത്. ലോകത്തെ പല വാസ്തുശൈലികൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. മോഡേൺ ഇസ്ലാമിക് ആർട്ട്, മിഡിൽ ഈസ്റ്റ് ഒമാനി പാരമ്പര്യ വാസ്തുകല, ഒട്ടോമൻ ഇന്ത്യൻ മൊറോക്കൻ ശൈലികൾ എന്നിവയൊക്കെ ഇതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. നേരെ മുന്നിൽ കാണുന്നതാണ് പ്രധാന മുസല്ല. ഇതാണ് അതിൻ്റെ പ്രധാന വാതിൽ. അത് കടന്ന് അകത്തേക്ക് കയറി ചെന്നു. നേരെ മുന്നിൽ മിറാബ്. ഇതാണ് പ്രധാന ഹാൾ. 4400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഇതിന്. രാവിലെ 8 മുതൽ 11:30 വരെ ഇവിടെ ടൂറിസ്റ്റുകളായ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. ബാക്കി സമയത്തും വെള്ളിയാഴ്ചയും ടൂറിസ്റ്റുകളെ അനുവദിക്കാറില്ല. ഈ കാർപ്പറ്റാണ് മറ്റൊരു പ്രധാന ആകർഷണം. 2018 അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് പൂർത്തിയാവുന്നതുവരെയും ലോകത്തെ ഏറ്റവും വലിയ ഒറ്റപ്പരവതാനി ഇവിടുത്തേതായിരുന്നു. ഇറാൻ കാർപ്പറ്റ് കമ്പനി നിർമ്മിച്ചതാണ് ഇവിടുത്തെ കാർപ്പറ്റ്. ഒത്ത മധ്യത്തിലാണ് താഴികക്കുടം. അതിൽ 16 മീറ്റർ ഉയരമുള്ള ഒരു തൂക്കുവിളക്ക്. 6.5 ലക്ഷം സറോവ്സ്കി ക്രിസ്റ്റലും 24 ക്യാരറ്റ് സ്വർണവും ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഷാൻലിയറിന്റെ ഭാരം 8.5 ടണ്ണാണ്. ഇറ്റലിയിൽ നിർമ്മിച്ചതാണത്. മെയിൻ ഷാൻലിയറിന്റെ അതേ രൂപത്തിലുള്ള 34 ചെറിയ തൂക്കുവിളക്കുകളും ഈ ഹാളിലുണ്ട്. നേരെ മുന്നിൽ മിഹ്റാബ്. അതിനഭിമുഖമായി നിന്നാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതിവിസ്തൃതമാണ് ഈ മെയിൻ ഹാൾ. അതിനകത്തുകൂടി നടക്കുന്ന ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മുസല്ലയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കാം. വിന്ററിൽ ടൂറിസം സീസണിൽ മസ്കറ്റിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ടൊരു ആകർഷണം ഈ മോസ്കാണ്. അപ്പോൾ ഓരോ ദിവസവും ചുരുങ്ങിയത് 3000 പേരെങ്കിലും ഇവിടം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. യൂറോപ്പ്, അമേരിക്ക, ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അവരിൽ കൂടുതലും. മേൽക്കൂരയിലെ ചിത്രപ്പണികളും മൊസൈക്ക് വർക്കുകളും എത്ര സൂക്ഷ്മമായി ചെയ്തതാണെന്ന് കാണുക. 100 കണക്കിന് തൊഴിലാളികൾ വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയതാണിത്. ജിയോമെട്രിക് ഫ്ലോറൽ ഡിസൈനുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇന്ത്യ, ഈജിപ്റ്റ്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പച്ച, നീല, വെള്ള, കറുപ്പ് നിറങ്ങളിലുള്ള കല്ലുകളും ചില്ലുകളും അതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ സ്വർണവും. മേൽക്കൂര മാത്രമല്ല, ചുമരുകളും മിറാബുമെല്ലാം മൊസൈക്ക് വർക്കുകളാൽ സമ്പന്നമാണ്. മിറാബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുസല്ലയുടെ മൊത്തത്തിലുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഈ പരവതാനിയിൽ 28 നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 600 തൊഴിലാളികൾ 4 വർഷം തുടർച്ചയായി ജോലി ചെയ്ത് നിർമ്മിച്ചെടുത്തതാണിത്. 23 ടണ്ണാണ് പരവതാനിയുടെ ആകെ ഭാരം. ഞാൻ മെയിൻ മുസല്ലയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ ഭിത്തിയെല്ലാം പണിതിരിക്കുന്ന തേൻ നിറമുള്ള സാൻഡ്സ്റ്റോൺ പ്രധാനമായും കൊണ്ടുവന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ കൊടും ചൂടിലും ഇവിടുത്തെ ഉദ്യാനങ്ങളൊക്കെ കൃത്യമായി പരിപാലിക്കുന്നു. ഏത് സമയത്തും ഇതൊക്കെ നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട്. പേർഷ്യൻ, സ്പാനിഷ് ശൈലിയിലുള്ളവയാണ് ഉദ്യാനങ്ങൾ. ഡോക്ടർ ഷാഫി വണ്ടിയെടുത്തു. കൊടും ചൂട് തുടങ്ങിയിരിക്കുന്നു. ആ ചൂടിലൂടെ ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് സഞ്ചാരം തുടർന്നു.